എന്ന് പറഞ്ഞ് കരച്ചിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ കൂട്ടിയതാണ്. വെള്ളം കുടിച്ചോ? വേണ്ടേ? മതിയോ? വെള്ളം ഇടക്കിടക്ക് കുടിച്ചോ? ഹലോ, ഞങ്ങൾ ഇന്ന് ഫണ്ടൂരയിലേക്ക് പോവാണ്. ഞങ്ങളുടെ കൂടെ സ്പെഷ്യൽ അലിയുമുണ്ട്. ഹലോ മൈ ഡിയേഴ്സ്. അപ്പോൾ വിഷു ഒക്കെ കഴിഞ്ഞു, ഞങ്ങൾ തിരിച്ചെത്തി. അപ്പം ഞങ്ങൾ വീട്ടിലേക്ക് വന്നപ്പോൾ ആലിയ ബേബി ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ ആലിയ ബേബി അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നതാട്ടോ. വാശിയൊക്കെ പിടിച്ച് വീട്ടിൽ നിന്ന് ഞങ്ങളുടെ കൂടെ വരണമെന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. അപ്പം അങ്ങനെ ഞങ്ങൾ കൂട്ടി ഇങ്ങോട്ട്. അപ്പോൾ നാനുമോളെ കുറേ നാളായിട്ട് ഞങ്ങൾ ഫണ്ടൂരയിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്കൂള് വെക്കേഷനൊക്കെ ആകുമ്പോൾ എന്തായാലും കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഏതായാലും അവള് എക്സ്ട്രാ ഹാപ്പിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ കൂടെ ആലിയയും കൂടി ഉണ്ടല്ലോ. അപ്പോൾ ആലിയ ഹായ് പറഞ്ഞേ. ഹലോ ഗൈസ് പറയ് ഹായ്. ഞാനും ഉണ്ട്, ഞാനും ചേച്ചിയുടെ കൂടെ എന്നാണ് അവള് പറഞ്ഞത് കേട്ടോ. അപ്പൊ ഇതിപ്പോ പറഞ്ഞത് മനസ്സിലായി. അപ്പോൾ ഞങ്ങൾ ഫണ്ടൂരെ പോയിട്ട് അവിടെ എന്തൊക്കെയാണ് കാണിച്ചു തരാം. കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണല്ലോ അത്. അവർക്ക് നല്ല രീതിയിൽ കളിക്കാനും ഉള്ള എല്ലാ സംഭവങ്ങളും അവിടെ ഉണ്ട്. അപ്പൊ ഇവര് ഭയങ്കര ബഹളാണ് ഇവിടെ. അപ്പൊ ഞങ്ങൾ എന്തായാലും അവിടെ പോയിട്ട് നമുക്ക് കാണാം. ഓക്കെ, മോളിലേക്ക് നോക്കേ. അപ്പം ഞങ്ങൾ ലുലു മാളിലെത്തിയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഞങ്ങൾ അതാ ഫണ്ടൂരേൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ അവിടെ കളിക്കാനായിട്ടുള്ള ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു. കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരുപാട് എന്താ പറയുക, കളിക്കുന്ന റൈഡ്സും അതുപോലെ എന്തൊക്കെയോ ഐറ്റംസ്. സത്യം പറഞ്ഞാൽ എനിക്ക് അതിൻ്റെ പേരൊന്നും പറയാനറിയില്ല. പക്ഷേ എന്തായാലും പിള്ളേരെന്തായാലും ഹാപ്പി ആയിരിക്കും ഇവിടെ പോയിട്ടുണ്ടെങ്കിൽ. അവർക്കൊരു നല്ല എൻ്റർടൈൻമെൻ്റ് ആണല്ലോ. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇങ്ങനെയൊക്കെ എന്തൊക്കെയോ ഗെയിംസൊക്കെയാണ് ഇതൊക്കെ. അപ്പോൾ അങ്ങനെ എല്ലാത്തിലും ഞങ്ങളിങ്ങനെ അവർക്ക് താല്പര്യമുള്ള എല്ലാത്തിലും അവരെ ഞങ്ങൾ കയറ്റിയിട്ടുണ്ട് കേട്ടോ. അവിടെ ചെന്ന പാടെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി നടന്ന് എല്ലാതും നോക്കുമായിരുന്നു.
ശരിക്കും പറഞ്ഞാൽ ഇവർ തന്നെ കൺഫ്യൂസ്ഡാണ്, ഏതിൽ കയറും ഏതിൽ കളിക്കും എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂസ്ഡ് ആയിട്ടാണ് ഇവരിപ്പോൾ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നത് കേട്ടോ. അങ്ങനെ അതാ ഈ ഒരു ഗെയിമിലാണ് അവർ കളിക്കാനായിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇത് ഒരു എന്താ പറയുക, നമ്മൾ ചൂണ്ടിട്ടിട്ട് മീനെ പിടിക്കൂലേ, അങ്ങനത്തെ എന്തോ ഒരു ഗെയിമാണ് കേട്ടോ. അപ്പോൾ അതിങ്ങനെ തിരിച്ച് കൊടുക്കണം, അവൾ തിരിക്കുന്ന കണ്ടില്ലേ. പക്ഷെ അത് അവൾക്ക് അങ്ങനെ ശരിയാവുന്നില്ല. അപ്പോൾ പപ്പ ഹെൽപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട് നിൽക്കുന്നുണ്ട്. വണ്ടി സ്റ്റാർട്ട് ചെയ്യും. പ്രഭി അതൊന്ന് ചെയ്ത് കൊടുക്ക്. അതാ തുടങ്ങി. അതെല്ലാം അടിച്ച് തെറിപ്പിക്കുന്നു. ഇവള് പിന്നെ ഓടിക്കുന്നുണ്ട് അല്ലേ? അമ്പോ സെക്കൻഡ് കിട്ടിയ ആലേക്ക്. അങ്ങനെ അതാ രണ്ടുപേരും കൂടി ജംഗിളിൻ്റെ ഉള്ളിൽ കയറാൻ പോകാം കേട്ടോ. അപ്പോൾ ജംഗിൾ എന്ന് പറയുന്നത് ഒരുപാട് കളിക്കുന്ന തിങ്സൊക്കെ കൂടിയിട്ടുള്ളൊരു, അവർക്ക് ഇഷ്ടപ്പെട്ട റൈഡ്സിലൊക്കെ കയറാം. അതുപോലെ എന്താ പറയുക, ഇഷ്ടപ്പെട്ട കുറേ സംഭവങ്ങൾ അതിൻ്റെ ഉള്ളിലുണ്ട് തോന്നുന്നു. നമ്മൾ ഉള്ളിൽ കയറാത്തതുകൊണ്ട് എനിക്കങ്ങനെ അറിയില്ല. പക്ഷെ എന്നാലും പുറത്തുനിന്നൊക്കെ ചെറുതായിട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറാൻ പോവാണ്. അപ്പോൾ അതിൽ കയറുന്നതിന് മുൻപ് അവർ ചെരുപ്പൊക്കെ അവിടെ അയച്ചു വെക്കണം. അതുപോലെ പേരൊക്കെ നോട്ട് ചെയ്യുക. പിന്നെ ടൈമും കാര്യങ്ങളൊക്കെ അവിടെ 1 ഹവറാണ് അവർക്ക് കളിക്കാനുള്ള ടൈം അതിൻ്റെ ഉള്ളിൽ. പിന്നെ ഉള്ളിൽ കയറിയിട്ട് അവർ ഇതിലാണ് ആദ്യം കയറി കളിക്കുന്നത്. ഈ ഒരു ഫ്രണ്ടിൽ തന്നെയുള്ള ഈ ഒരു കുറേ ബൗൾസൊക്കെ ഉള്ള എന്തോ അതിൻ്റെ ഉള്ളിൽ നല്ല രസമാണെന്ന് തോന്നുന്നു. അപ്പം അതിൽ കളിക്കുന്നുണ്ട്. അപ്പം കുറേ കുട്ടികളുണ്ട് അതിൻ്റെ ഉള്ളിൽ. ഇവരിങ്ങനെ ഓടി കളിക്കുന്നൊക്കെ ഉണ്ട്. എന്തിലേക്കൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. അപ്പം അങ്ങനെ ഞങ്ങൾ വെറുതെ 1 ഹവർ ബോറടിച്ചിരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളൊരു കോഫി ഓർഡർ ചെയ്തു കേട്ടോ. അപ്പോൾ കോഫി കുടിക്കുകയാണ്. സത്യം പറഞ്ഞാൽ നല്ല ചൂടുണ്ടായിരുന്നു. പെട്ടെന്ന് ഞാൻ കുടിച്ചപ്പോൾ എനിക്ക് നാവ് പൊള്ളിപ്പോയി, എന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെ നല്ലൊരു കോഫി ആയിരുന്നു കേട്ടോ, ഫിൽറ്റർ കോഫി ആയിരുന്നു.
അപ്പോൾ അത് കുടിച്ച് ഞങ്ങളവിടെ ഇവരുടെ കളികളൊക്കെ നോക്കി അവിടെ ഇരിക്കുക കേട്ടോ. ഹാപ്പിയായോ? അടിപൊളിയാ ആലി? അടിപൊളിയാണോ? അടിപൊളിയാണോ? ഇഷ്ടപ്പെട്ടോ? സൂപ്പറാ? സൂപ്പറാണോ ആലിയ? സൂപ്പറാണോ? ഇഷ്ടപ്പെട്ടോ? എന്തായാലും പിള്ളേർ നല്ല ഹാപ്പിയിലായിരുന്നു. എന്താണെന്ന് വെച്ചാൽ കുറേ നേരം കളിക്കാൻ പറ്റി. പിന്നെ കുറേ നാളായിട്ട് നാനുവിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു അവിടെ പോകണം എന്നുള്ളത്. ഇതിന് മുന്നേ ഞങ്ങൾ കുറേ പ്രാവശ്യം പോയിട്ടൊക്കെ ഉണ്ട്. എറണാകുളം ലുലുവിലും അതുപോലെ ഇവിടെ വേറെ മാൾസിലൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ സ്കൂൾ വെക്കേഷനായിരുന്നപ്പോൾ അവളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് സാധിപ്പിച്ച് കൊടുക്കാൻ പറ്റി. അപ്പോൾ അവളും ഹാപ്പിയായി. അതിനുശേഷം ഞങ്ങൾ ഹൈപ്പർ മാർക്കറ്റിൽ കയറി വീട്ടിലേക്ക് ആവശ്യമുള്ള കുറച്ച് ഐറ്റംസൊക്കെ പർച്ചേസ് ചെയ്തു. ഏകദേശം ടൈം 10 o'clock ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിള്ളേർ പിന്നെ കുറേ കളിക്കുകയൊക്കെ ചെയ്തല്ലോ. അപ്പോൾ ഞങ്ങൾ പിന്നെ കുറേ ഐറ്റംസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. എന്താണെന്ന് വെച്ചാൽ വീട്ടിലേക്ക് വേഗം പോവാം, ഇവർക്ക് ഉറങ്ങണമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട്. അങ്ങനെ ഫുഡ് ഞങ്ങൾ അവിടെ നിന്ന് തന്നെ കഴിച്ചത്. നൂഡിൽസാണ് ഓർഡർ ചെയ്തത് കേട്ടോ. അപ്പോൾ നൂഡിൽസ് ഞങ്ങൾ കഴിക്കുകയാണ്. മക്കൾ രണ്ടുപേർക്കും നൂഡിൽസ് ഒരേ ടൈപ്പ് തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ 2 ടൈപ്പ് നൂഡിൽസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 പേർക്ക് മിക്സ് ചെയ്ത് കൊടുത്താൽ കേട്ടോ. പിന്നെ ബോൾ ഗ്രേപ്പിൻ്റെ ഒരു ജ്യൂസും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ദിവസം പിള്ളേരെന്തായാലും നല്ല ഹാപ്പിയാണ്. അപ്പം അത് കാണുമ്പോൾ നമുക്കും നല്ലൊരു സന്തോഷമാണ്. അപ്പൊ ഇന്ന് ഞാൻ വളരെ ഹാപ്പിയായി. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ദിവസമായിരുന്നു ഇന്ന്. ഞാൻ കുറേ കളിച്ചു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ബൈ.